D3 വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നേരത്തെ ഞാൻ ആ ചേട്ടനെ കാണിച്ചിട്ടുണ്ട്. ചേട്ടൻ അന്ന് ലോട്ടറി വിൽപ്പനയുടെയാണ് ഞാനന്ന് കാണിച്ചത്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അദ്ദേഹം ഒരു നല്ല കലാകാരൻ കൂടിയാണ്, നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പാട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ സഹോദരി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാനിത് കാണാനായിട്ട് ഇടയായി. അപ്പോൾ ഒരുപാട് പേര് അവരെ ആശംസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനത് ഒന്ന് വീഡിയോയിലാക്കി നിങ്ങളെ കൂടെ ഞാനൊന്ന് കേൾപ്പിക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ലോട്ടറി ഒക്കെ വിൽപ്പന കഴിഞ്ഞോ? ലോട്ടറി വിൽപ്പന കഴിഞ്ഞു. എനിക്കൊരു ചെറിയ പരിപാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിഹേഴ്സലായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുമായിരുന്നു. ഓ അത് ശരി, ഇതൊക്കെ അതിൻ്റെ റിഹേഴ്സലിൻ്റെ ഭാഗമാണ് അല്ലേ? ഓ അത് ശരി, ഓക്കെ. എല്ലാം ഉണ്ടല്ലോ, എല്ലാ സാധനവും ഉണ്ട്. ഇതൊക്കെ സ്വന്തമായിട്ട് മേടിച്ചാണോ? സ്വന്തമായിട്ട് മേടിച്ചതാണ്. ചേട്ടൻ്റെ ആണോ ഈ വീടൊക്കെ? എൻ്റെ പെങ്ങളുടെ വീടാ. ഓ അത് ശരി, എല്ലാം കൂടെ വീടാ. കഴിഞ്ഞ ദിവസം ഞാനേ ഒരു വീഡിയോ കണ്ടു, ചേട്ടൻ്റെ പെങ്ങൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ഒത്തിരി വൈറലായി. ഏകദേശം 400K അടുത്തത് ആൾക്കാർ കണ്ടിട്ടുണ്ട്, ഷെയറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നേരം അറിയുന്നത് നിങ്ങളൊരു കലാകാരൻ കൂടിയാണെന്ന്. അപ്പോൾ അന്ന് ലോട്ടറിയുടെ വിൽപ്പന മാത്രം പറഞ്ഞു നിങ്ങൾ പാട്ടുകാരനാണെന്ന്. ലോട്ടറി വിൽപ്പന അല്ല, മാത്രമല്ല ഞാൻ സാധാരണ പാട്ടും പാടും. അതിനിടയ്ക്ക് എനിക്ക് വേറൊരു പരിപാടികളുണ്ട്. കൊച്ചു വീടുകൾ, കൊച്ചു കളിപ്പാട്ടങ്ങൾ, വണ്ടി, കാറ്, ലോറി, പരിപാടിയൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അതായത് മിനിയേച്ചർ പോലെ അല്ലേ? മിനിയേച്ചറുകൾ ഉണ്ടാക്കി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാ ചേട്ടൻ്റെ ഒരു നല്ലൊരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചേട്ടൻ പാടണം. ഒരു 2-3 പാട്ടായിക്കോട്ടെ. മഹാപ്രഭു മമ മഹാപ്രഭു മഹാപ്രഭു മമ മഹാപ്രഭു മാമലമേലെ വാഴും മഹാപ്രഭു മാമലമേലെ വാഴും മഹാപ്രഭു മഹാപ്രഭു മമ മഹാപ്രഭു. ഇതാണ് എന്നെ എൻ്റെ ജീവിതം നിലനിർത്തിക്കൊണ്ടുപോയത്. പണ്ട് ഞാൻ എരുമയിൽ ഇറങ്ങിയപ്പോൾ ഇതുപോലെ ഞാൻ ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. ഇങ്ങനെ അപ്പം ഒരു ചേട്ടൻ എനിക്ക് കണ്ടു പറഞ്ഞു, നിനക്കൊരു വണ്ടി ഉണ്ടാക്കി ഓടിച്ചു കൂടെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ അതിനുള്ള സാമ്പത്തികം എനിക്ക് എൻ്റെ ഇല്ല. ഞാൻ ഫിഷ് അന്ന് കഴിഞ്ഞു കൂടിക്കൊണ്ടിരുന്നത്. പുള്ളിയുടെ അന്ന് ഫിഷ് ചായച്ച ഞാൻ പോയത്. അന്ന് ആ സമയത്ത് അതിപ്പോ ഒരു 2003 എരുമേലിയിലെ ബസ് സ്റ്റാൻഡിൽ ഒരു മുതലാളിയുണ്ട്, ലോട്ടറി കച്ചവടം. പുള്ളി വലിയ മുതലാളിയായിരുന്നു, ആലിസ് എന്ന് പറയും. ആ പുള്ളി എനിക്ക് ലോട്ടറി തരുന്നത് ആ ഫസ്റ്റിലെ ബൂട്ടാൻഡാറ്റയും ടിവിയറും. അന്ന് ആ ഫസ്റ്റിലത്തെ അടി അടിച്ചത് എനിക്ക് അന്ന് ആദ്യം അടിച്ചത് 5000 രൂപ. ആദ്യമായിട്ട് ഞാൻ കാണുന്നത് 1000-ന്റെ 2 നോട്ട്. അന്നത്തെ കാലത്ത് അന്ന് എനിക്ക് പൈസ അറിയത്തില്ല, കണക്കറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ആ പുള്ളിയുടെ കൂടെ കൂടിയാണ് ഞാൻ ഒരുമാതിരി നിലയിലാകിയത്. പുതിയ വന്നിട്ട് എനിക്കത് കളയത്തില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ചങ്കായത്. ഭൂമേനിയാകെ പൊൻകിരണം പൂവായി വിരിയുമിന്നാത്മകർഷം. നീ എന്നിലോ ഞാൻ നിന്നിലോ, നീ എന്നിലോ ഞാൻ നിന്നിലോ, ഒന്നായി ചേരും ഈ നിമിഷം. കസ്തൂരിമാൻമിഴി മലർശരവേരോ, കൽഹാര പുഷ്പങ്ങൾ പൂമഴ വേദോ. കണ്ണച്ചേട്ടന് പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ? അതോ? പാട്ട് പഠിച്ചിട്ടില്ല. ഞാൻ റെക്കോർഡിങ്ങൾ കേൾക്കുക, ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക, പാട്ട് പഠിക്കും. ഓ, അങ്ങനെ സ്വയമേ ഉള്ള പരിപാടിയാണ്. ചേട്ടൻ്റെ വീട്ടിലെ കാര്യങ്ങളും ഫാമിലി പരമായിട്ടൊക്കെ ഒന്ന് പറഞ്ഞേ, ഒന്ന് കേൾക്കട്ടെ എല്ലാവരും. എനിക്ക് ഫാമിലി ഇല്ല. എന്തൊരു അന്തസ്സോടാ പറയുന്നത് നോക്കണം. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഓക്കെ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അല്ലേ? ആയിക്കോട്ടെ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എൻ്റെ പെങ്ങന്മാർ 2 പേരുണ്ട്. നമുക്ക് കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊരു നമുക്ക് തരം പറ്റിയ ഒരു പെങ്കൊച്ചിനെ നമുക്ക് കിട്ടുന്നില്ല. തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. അത് കിട്ടിയാൽ സന്തോഷത്തോടെ അതിനെ പൊന്നു പോലെ ഞാൻ നോക്കും. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ ഇതിനകത്തൂടെ ഒരു കല്യാണാലോചനയും കൂടെ നടക്കട്ടെ അല്ലേ? അപ്പോൾ വന്നാല് സന്തോഷത്തോടെ നോക്കും. ചേട്ടാ, അപ്പോൾ ലാസ്റ്റായിട്ടേ ഒരു പാട്ട് പാടി നമുക്ക് ഇതങ്ങ് വൈൻഡപ്പ് ചെയ്താലോ? ചേട്ടന് വേറെ എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് പറയാനുണ്ടോ? ഒന്നുമില്ല.
സന്തോഷം, സ്നേഹം മാത്രം. സ്നേഹം മാത്രം. എവിടെങ്കിലും വെച്ച് കാണുവാണ് എൻ്റെ 2 ലോട്ടറി എടുക്കണം അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ചേട്ടനൊരു നല്ലൊരു പാട്ട്. കുളിയിലക്കരയോളം ഉടവ ചുറ്റി കുളിർ ചന്ദനത്തോടു കുറി ചാത്തി നഗപ്പണ തിരുമുടി പത്മനാഗമനുദ്യമാ കുത്തിരി സുസ്മിതേ നീ വന്നു ഞാൻ വിസ്മിതനേത്തനായി പുളിയിലക്കരയോളം പുടവ ചുറ്റി കുളി ചന്ദനത്തോടു കുറി ചാത്തി.